السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വചനങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ ഞങ്ങൾക്കുള്ള മൗഇളത്താണ്, സതുപദേശമാണ്. സത്യവും അസത്യവും വേർതിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഫുർഖാനാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായ ഹിദായത്താണ്. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള വിമുക്തിയാണ്, ശമനമാണ്, ശിഫ ആണ്. റഹ്മാൻ റബ്ബേ, ഈ വേദവാക്യങ്ങൾ, നിൻ്റെ പരിശുദ്ധമായ വാക്യങ്ങളെ, ആയത്തുകളെ ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. ഖുർആൻ പഠനത്തിന് വേണ്ടി പല രൂപത്തിൽ പരിശ്രമങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ എല്ലാ പരിശ്രമങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ.
സൂറ അന്നൂറിലെ 6-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഉണർത്തലാണ്. മുസ്ലിങ്ങളുടെ സാംസ്കാരിക രംഗവുമായി അല്ലെങ്കിൽ വൃത്തികേടുകളിൽ നിന്ന്, ഫഹ്ശകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഈ സമൂഹത്തെ കാത്ത് സംരക്ഷിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ്, ഉത്ബോധനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞു വച്ചത് വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ്. അവിവാഹിതരായ വ്യഭിചാരികൾക്ക് 100 അടി വീതം ശിക്ഷ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. അതിനുശേഷം വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ 4 സാക്ഷികളെ ഹാജരാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് നൽകേണ്ട 80 അടിയുടെ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നീട് വ്യഭിചാരാരോപണം പരസ്പരം നടത്തുന്നത് ഭാര്യാഭർത്താക്കന്മാർ തന്നെയാണെങ്കിൽ, ഇണകൾ തമ്മിലാണെങ്കിൽ അവർക്ക് ലിആൻ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ലിആൻ ചെയ്തുകൊണ്ട് വേർപിരിയുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട ശിക്ഷാ നടപടികൾ വിളിച്ചു വരുത്താതിരിക്കാൻ, ഈ ശിക്ഷകളിലേക്ക്, ഇങ്ങനെയുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതിലേക്ക് സമൂഹം ചെന്നെത്താതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ വൃത്തികേട് സമൂഹത്തിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമായ ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവരെ സംബന്ധിച്ച് അവിടെ പറഞ്ഞു പരത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ദുരാരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞ 1-ാമത്തെ നിർദ്ദേശം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. മറ്റ് വീടുകളിൽ പ്രവേശിക്കുമ്പോൾ, നമ്മുടേതല്ലാത്ത മറ്റ് വീടുകളിലേക്ക്, അന്യരുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മറ്റൊരാളുടെ വീട്ടിൽ ഒരാൾ നിർബാധം പ്രവേശിക്കുക എന്നുള്ളത് തിന്മയുടെ തുടക്കമാണ്. അതിനെ തടയിടാൻ വേണ്ടിയിട്ട് മറ്റ് വീടുകളിൽ പ്രവേശിക്കുന്നതിൻ്റെ മര്യാദകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇതാ വേറെയും കുറേ അധ്യാപനങ്ങൾ നമുക്ക് നൽകുകയാണ്. ഇന്ന് ഇവിടെ പാരായണം ചെയ്തത് 30-31 ആയത്തുകളാണ്, 2 ആയത്തുകൾ മാത്രം. വളരെയേറെ നിർദ്ദേശങ്ങൾ ഈ 2 വാക്യങ്ങളിലായി, ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതിൽ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുൽ, പറയുക, പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പറയുക. ലിൽ മുഅ്മിനീൻ, ആരോടാ പറയേണ്ടത്? മുഅ്മിനുകളോട് പറയുക, സത്യവിശ്വാസികളോട് പറയുക. യഗ്ളൂ മിൻ അബ്സ്വാരിഹിം. ഗല്ല യഗ്ളു എന്ന് പറഞ്ഞാൽ താഴ്ത്തുക എന്നൊരർത്ഥമുണ്ട്. ലോവർ, താഴ്ത്തുക, കുറക്കുക, അതിനൊക്കെ ഈ വാക്ക് ഉപയോഗിക്കുക. ഗല്ല യഗ്ളു എന്ന് പറഞ്ഞാൽ യഗ്ളു മിൻ അബ്സ്വാരിഹിം, അവരുടെ അബ്സ്വാർ, ദൃഷ്ടികൾ. ബസ്വർ എന്നുള്ള വാക്കിൻ്റെ ബഹുവചനം ജംആണ് അബ്സ്വാർ. യഗ്ളു മിൻ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ, അവരുടെ കാഴ്ചകളിൽ നിന്ന് അവർ നിയന്ത്രിക്കട്ടെ, താഴ്ത്തട്ടെ എന്നാണ്. യഗ്ളു മിൻ അബ്സ്വാരിഹിം. വയഹ്ഫളു ഫുറൂജഹും, വയഹ്ഫളു, അവർ കാത്ത് രക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഹഫിള യഹ്ഫളു. ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ. ഫുറൂജഹും, ഫർജ്, ഫുറൂജ്. ദാലിക അസ്കാ ലഹും, അത് അസ്കാ ലഹും, അവർക്ക് ഏറെ വിശുദ്ധി ഉള്ളതാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിന് ചേർന്നത് അതാണ്. ദാലിക അസ്കാ, സക്കി എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നൊക്കെ അർത്ഥം. തസ്കിയത്ത് എന്ന് പറയുമ്പോൾ അസ്കാ ലഹും, അവർക്ക് ഏറ്റവും ശുദ്ധിയുള്ളത്, ഏറ്റവും വെടിപ്പായത് ഇതാണ്. ദാലിക അസ്കാ ലഹും. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഖബീറും ബിമാ യസ്നഊൻ,
അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹു ശരിക്കും അറിയുന്നവനാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ അർത്ഥത്തിലും അറിയുന്നവനാണ്. ഖബീറും ബിമാ യസ്നഊൻ എന്ന് നേരത്തെ പറഞ്ഞതിലേക്കാണ് സൂചന. സമൂഹത്തിലെ ഈ വൃത്തികേട്, വ്യഭിചാരം എന്ന് പറയുന്ന വൃത്തികേട്, അതുമായി ബന്ധപ്പെട്ട ദൂഷ്യങ്ങൾ ഇനി മേലിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മളെല്ലാവരും പാലിക്കണം. ആ വൃത്തികേടുകളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അതിലാദ്യം പറയുന്നത്, പ്രവാചകരെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുക. സത്യവിശ്വാസികളോടാണ് പറയുന്നത്, പുരുഷന്മാരോട്, സ്ത്രീകളോട് ആഹ്വാനം വേറെ വരുന്നുണ്ട്. ലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയൊക്കെ വരുന്നുണ്ട്, പക്ഷേ മുഅ്മിനാത്ത് തൊട്ടടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പറയുക ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട്. എന്താ പറയേണ്ടത്? അവർ ചെയ്യേണ്ട ഒരു കാര്യം, യഗുല്ലു മിൻ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ നിയന്ത്രിക്കണം എന്നാണ്. ഗള്ളുൽ ബസ്വർ, കാഴ്ച താഴ്ത്തുക എന്ന്. ശരിക്കും എപ്പോഴും താഴ്ത്താൻ കഴിയില്ല. കാഴ്ച ഇങ്ങനെ താഴോട്ട് മാത്രം നോക്കിയാൽ പറയും. ചിലപ്പോൾ ആളുകളൊക്കെ അറിയേണ്ടി വരും, നോക്കേണ്ടി വരും. പക്ഷേ കാഴ്ചകളെ അവർ നിയന്ത്രിക്കട്ടെ. യഗുല്ലു മിൻ അബ്സ്വാരിഹിം. എന്താ ഈ യഗുല്ലു മിൻ അബ്സ്വാരിഹിം, കാഴ്ചകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ, കാഴ്ചയാണ് ഈ പറഞ്ഞ വൃത്തികേടിൻ്റെ ഏറ്റവും പ്രഥമ പടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് അതിലെന്തോ ഒരു ആകർഷണം തോന്നിയിട്ട് വീണ്ടും നോക്കുക, പിന്നെ ഒന്നുകൂടി നോക്കുക. ആ നോട്ടം അങ്ങനെ അധികരിച്ചിട്ട് തുറിച്ചു നോട്ടമായിട്ട് കാമാസക്തിയോടുകൂടെയുള്ള നോട്ടമായിട്ട് മാറുമ്പോൾ അത് വ്യഭിചാരത്തിൻ്റെ ആരംഭമാണ്. സത്യവിശ്വാസികളോട് പറയാം, യഗുല്ലു മിൻ അബ്സ്വാരി, അതുകൊണ്ട് ആ ജാതി നോട്ടം നോക്കരുത്. യഗുല്ലു മിൻ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ നിയന്ത്രിക്കട്ടെ. താഴ്ത്തട്ടെ എന്ന് നമുക്ക് പറയാം, പക്ഷേ താഴ്ത്തുക എന്നുള്ളതിനേക്കാൾ ഒരു നിയന്ത്രിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കൃത്യമായി കാണിച്ചു തന്ന ചില ഹദീസുകൾ പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ സ്ത്രീകളിങ്ങനെ കടന്നു പോകുമ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന, ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അത് നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്വഹാബിയെ റസൂൽ ഇങ്ങനെ മുഖം അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. മതി, അങ്ങനെ തുറിച്ച് നോക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖം തിരിക്കുന്നുണ്ട്. നിനക്ക് ഒറ്റ നോട്ടം ചില ഒരാളെ പെട്ടെന്നുള്ള ഒരു ആദ്യത്തെ യാദൃശ്ചികമായിട്ട് കാണുന്നതൊക്കെ രണ്ടാമത് വീണ്ടും നോക്കുക, പിന്നെ വീണ്ടും നോക്കുക, ഇത് പാടില്ല. യഗുല്ലു മിൻ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ നാം. ആ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന് പറയുന്നത് നേർക്ക് നേരെ നോക്കുന്നത് മാത്രമല്ല. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത്, അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കുന്നത്, വീണ്ടും വീണ്ടും നോക്കുന്നത്, അവരുടെ ചിത്രങ്ങൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ഒന്നുകൂടി എൻലാർജ് ചെയ്ത് നോക്കുന്നത് ഒക്കെ വരും. യഗുല്ലു മിൻ അബ്സ്വാരി, അങ്ങനെ മെനക്കെടാൻ നിൽക്കരുത്. യഗുല്ലു മിൻ അബ്സ്വാരിഹിം, അവരുടെ കാഴ്ചകൾ അവർ നിയന്ത്രിക്കട്ടെ. വയഹ്ഫളു ഫുറൂജഹും, വിശ്വാസികളോട് നൽകുന്ന രണ്ടാമത്തെ ഉപദേശം, അവർ കാത്ത് സൂക്ഷിക്കട്ടെ. ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ എന്നാണ്. പുരുഷന്മാരോടാണ് കൽപ്പനയെങ്കിൽ അവരുടെ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ് ഔറത്ത് എന്ന് പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് വെച്ചാൽ, അതിങ്ങനെ വളരെ പിന്നെ ആളുകളുണ്ട്. ചില ആളുകൾ അത്ര കെയർലെസ് ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ടാവും. അവർ തങ്ങളുടെ തുട വെളിപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. റസൂൽ കർശനമായിട്ട് നിരോധിച്ചു അത്. പലരും ചിലപ്പോൾ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു സഹാബിയുടെ വസ്ത്രം അല്പം മാറിപ്പോയ സമയത്ത് തുട വെളിപ്പെട്ടപ്പോൾ പറഞ്ഞു, അത് നിൻ്റെ ഔറത്തിൽപ്പെട്ടതാണ്, മറച്ചു പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങൾ, മുട്ട് മുതൽ പൊക്കിൾ വരെയുള്ള ഭാഗം, അതിനിടയിലുള്ള ഭാഗങ്ങൾ വെളിവാക്കരുതെന്നുള്ള അർത്ഥത്തിലാണ്. യഹ്ഫളു ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്ത് സംരക്ഷിക്കണം. യഹ്ഫളു ഫുറൂജഹും എന്നിട്ട് പറയുകയാണ്, ദാലിക അസ്കാലഹു, ഈ പറയുന്നത് അതാണ് അവർക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്, ഏറ്റവും വൃത്തിയുള്ളതാണ് ഈ പറഞ്ഞത്. കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പുതിയ കാലത്ത് നമ്മളിങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ, നമ്മൾ വ്യത്യസ്തമായ പരിപാടികളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടേറെ സ്ത്രീകളെ കാണാൻ കഴിയും, ധാരാളം ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റാത്ത പലജാതി കാഴ്ചകളുണ്ടാവും. ചിലപ്പോൾ ആളുകൾക്ക് വിശ്വാസം അല്പം നഷ്ടപ്പെട്ടു പോയാൽ, മങ്ങിപ്പോയാൽ സംഭവിക്കുക, ഒന്നുകൂടി നോക്കാൻ തോന്നും. പിന്നെ അതിനെപ്പറ്റിയായി പറയുന്നത് കണ്ണ് താഴ്ത്തണം എന്ന് ആദ്യം പറയുന്ന ആണിനോടാ. വഖുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സ്വാരിഹിം വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് വീണ്ടും പറഞ്ഞു നോക്ക്, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. കേട്ടോ, എന്താ നിർദ്ദേശം കൊടുക്കുന്നത്? കണ്ണ് താഴ്ത്തട്ടെ,
അവരുടെ ഗുഹ്യാവയങ്ങൾ സംരക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. എന്താ ഇവർ ചെയ്യുന്നത്, ഇവരെങ്ങട്ടാ നോക്കുന്നത്, ഇവരുടെ മനസ്സിൽ എന്താ ഉള്ളത് ഒക്കെ ഇവർ ചെയ്യുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖബീർ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് അറിയാം. അങ്ങനെ അറിവ് വേറെ ആർക്കും ഉണ്ടാവില്ല. ഒരാളുടെ പണി സദസ്സിലെത്തിയിട്ട് വേറെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല, വേറെ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ കാണാൻ പറ്റാത്ത കാര്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിർത്താൻ പറയുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ആ തുറിച്ചു നോട്ടം, ആ കട്ടു നോട്ടമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീരെ ദൃഷ്ടികളൊക്കെ എപ്പോഴും താഴ്ത്തണമെന്നല്ല. ദൃഷ്ടികൾ ഉയർത്തേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാവും. ചില കാഴ്ചകൾ നമ്മൾ നിർബന്ധമായും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുകളോട് അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ശരിക്കും നോക്കിക്കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹു. അഫല യൻദുറൂൻ, എന്താ നിങ്ങൾ നോക്കാത്തത്? സൂര്യനിലേക്ക്, ചന്ദ്രനിലേക്ക്, നമ്മുടെ ചുറ്റിലുമുള്ള ജീവജാലങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ ശ്രദ്ധ നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിർബന്ധമായും കാണേണ്ട കാഴ്ചകളുണ്ട്. അതുപോലെ ചില കാഴ്ചകൾ അനുവദനീയമാണ്, ദോഷമൊന്നുമില്ല, അനുവദനീയമായ കാഴ്ചകളുണ്ട്. വേറെ ചില കാഴ്ചകൾക്ക് ഗുണവും ഉണ്ടാവില്ല, ദോഷവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കാണരുത്, നിഷിദ്ധമാക്കിയ കാഴ്ചകളുണ്ടാവും. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ കാര്യത്തിലൂടെ പറയാണ്, വൃത്തികേടുകൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. യഗുല്ലു മിൻ അബ്സ്വാരിഹിം. ആലോചിച്ച് നോക്കണേ, നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതേതോ സംഭവത്തിൽ പറയല്ല. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കണ്ണിനെ ഉപയോഗിക്കേണ്ടതിനെ പറ്റി പറയണം. ഇവിടെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കണ്ണുകൊണ്ട്, ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അല്ല, എനിക്കെന്താ തരാറ് ഞാൻ നോക്കിയാൽ. വേറെ ചില ആളുകളൊക്കെ അങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തിനാ എന്നെ എങ്ങനെ നോക്കണത്, കണ്ണിൻ്റെതല്ലേ, ഞാൻ നോക്കിയാൽ എനിക്കെന്താ, എന്തിനങ്ങനെ വരുന്നതെന്നൊക്കെ അങ്ങ് ചോദിക്കാറുണ്ട്. കണ്ണ് ഒരു അവയവമാണ് അള്ളാഹു നൽകിയത്. അതുപോലെ നമുക്ക് കാതുണ്ട്, നാവുണ്ട്, കൈയും കാലും ഒക്കെ ഉണ്ട്. അള്ളാഹു നൽകിയ അവയവങ്ങളെ അങ്ങനെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ നിയമം കൂടി നമ്മൾ അനുസരിക്കാൻ സന്നദ്ധരാവണം. കണ്ണ് കാണാനുള്ളതാണല്ലോ, കാണാനുള്ളതാണ്. എന്താണ് കാണേണ്ടത് എന്നുകൂടെ അള്ളാഹു അതിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാണേണ്ട കാര്യങ്ങൾക്കാണ് കണ്ണിന് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നാവ് കൊണ്ട് എന്തും അങ്ങോട്ട് പറയരുത്, സമൂഹം ആകെ നാശാവും. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങളാണ് പറയേണ്ടത്. കാതുകൊണ്ട് കേൾക്കേണ്ടതേ കേൾക്കാവൂ. ഇങ്ങനെ അവയവങ്ങളെ നിയന്ത്രിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഏതൊരു സമൂഹവും സംസ്കാര സമ്പന്നമായി തീരുക. അല്ലെങ്കിൽ ആകെ വൃത്തികേടായിരിക്കും, വളരെ വൃത്തികെട്ട രൂപത്തിലായിരിക്കും. എന്നിട്ട് നോക്ക്, ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യം കുറേ ആധുനിക സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. വീണ്ടും പറഞ്ഞു നോക്ക്, 31-ാമത്തെ ആയത്ത് കുറച്ച് ദീർഘിച്ചൊരായത്താണ്. അതിലെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫൾന ഫുറൂജഹുൻ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. വഖുല്ലിൽ മുഅ്മിനാത്ത്, ആദ്യം പറഞ്ഞു പ്രവാചകരെ സത്യവിശ്വാസികളോട് പറയേ അവർ കണ്ണ് താഴ്ത്തട്ടെ, അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കട്ടെ. രണ്ടാമത്തെ ആയത്തിൽ നോക്ക്, ഖുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളോട്, സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയേ. അതേ വാക്ക് യഗുല്ലു എന്നുള്ള പുരുഷന്മാരോട് പറഞ്ഞു. യഗുലുദ്ന, അവർ താഴ്ത്തട്ടെ, അവർ നിയന്ത്രിക്കട്ടെ. ആര്? മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കാഴ്ചകളിൽ നിന്ന് അവർ നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോടാ. യഗുലുദ്ന, യഗുല്ലു എന്നുള്ളതിൻ്റെ ജംഉ മുഅന്നസ് ആക്കുമ്പോൾ എന്തായി? യഗുലുദ്ന എന്നായി. അബ്സ്വാരിഹിം, അബ്സ്വാറുഹും എന്നുള്ളത് നേരത്തെ പറഞ്ഞത് ഇവിടെ അബ്സ്വാരിഹിന്ന എന്നാക്കി. മിൻ അബ്സ്വാരിഹിം എന്നുള്ളത് മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കാഴ്ചകൾ. രണ്ടു പേർക്കും ഒരേ നിർദ്ദേശം കൊടുക്കുക. ആണിനോട് ആദ്യം പറഞ്ഞു നോക്കരുത്, കണ്ണിനെ നിയന്ത്രിക്കണം. പെണ്ണിനോട് പിന്നെ പറയാണ് യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരോട് അവർ അവരുടെ കാഴ്ചകളെ നിയന്ത്രിക്കട്ടെ. വയഹ്ഫൾന ഫുറൂജഹുന്ന, അവരുടെ ഫുറൂജഹുന്ന, ഗുഹ്യാവയവങ്ങളെ അവർ കാത്ത് സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ കൊടുത്ത അതേ നിർദ്ദേശം. പക്ഷേ അധികമായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ വീണ്ടും നൽകുന്നു.
ആദ്യം പുരുഷനോട് പറയാണ് കരുതണം, കണ്ണുകളെ കരുതണം, ഗുഹ്യാവയവങ്ങളെ കാത്തുകൊള്ളണം. പിന്നെ സ്ത്രീകളോടും അതേപോലെ പറഞ്ഞു. അതിനുശേഷം കുറച്ചുകൂടി കൂടുതലായിട്ട് പറയുന്നു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. വലാ യുബ്ദീന, അബ്ദാ, യുബ്ദി എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയാം. വലാ യുബ്ദീന സീനതഹുന്ന, സീനത്ത്, സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്, സമയമാണ്, അഴക് എന്നൊക്കെ പറയാം, ബ്യൂട്ടി. സീനതഹുന്ന, അവരുടെ അലങ്കാരം, അവരുടെ അഴക്, അവരുടെ സൗന്ദര്യം, അത് അവർ പ്രദർശിപ്പിക്കരുത്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അതിൽ നിന്നും പ്രകടമായതല്ലാതെ. ലഹറ എന്ന് പറഞ്ഞാൽ പ്രകടമായി, പ്രത്യക്ഷമായി. മിൻഹ, അതിൽ നിന്ന് മിൻ സീനത്തിഹിന്ന, അവരുടെ ഈ ഭംഗിയിൽ നിന്ന്, അഴകിൽ നിന്ന് പ്രത്യക്ഷമായതെന്തോ അതല്ലാതെ പ്രകടമാക്കരുത്. സ്ത്രീകളോട് നൽകുന്ന നിർദ്ദേശങ്ങളിൽ 3 അവിടെ ഇപ്പോൾ പറഞ്ഞ്, ഇനിയും വരുന്നുണ്ട്. ഒന്നെന്താ? യഗ്ളുദുന മിൻ അബ്സ്വാരിഹിന്ന. ചില ആളുകളുടെ ഒരു വാദമുണ്ട്, ആണുങ്ങൾ നോക്കുന്നതാണ് പ്രശ്നം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കിയാൽ കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ പത്നിമാരായ ഉമ്മു സൽമയും മൈമൂന റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും നിൽക്കുക. ആ സദസ്സിലേക്കുണ്ട് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം ഇങ്ങനെ കടന്നു വരിക. അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം എന്ന് പറഞ്ഞാൽ അന്ധന, ബ്ലൈൻഡാണ്. അദ്ദേഹം ആരെയും കാണുന്നില്ല, ബ്ലൈൻഡാണ്. അപ്പോൾ കടന്നു വന്നപ്പോൾ റസൂല് ഇവരെ പറയുന്നുണ്ട്, നിങ്ങൾ വേഗം പർദ ധരിക്ക്, ഹിജാബ് ധരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആരോട്? ഉമ്മു സൽമയോടും മൈമൂനയോടും. അപ്പോൾ അവർ ചോദിക്കുക, എന്തിനാ റസൂലേ ഇത്, ഇദ്ദേഹം കാഴ്ചയില്ലാത്ത ഒരാളല്ലേ, നമ്മളെന്തിനാ അത് ഇടുന്നത്? ആ, അദ്ദേഹമല്ലേ, നിങ്ങൾ അന്ധകളല്ലല്ലോ ചോദിക്കുകയാണ്. നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്ത ആൾക്കാരല്ലല്ലോ. തിരിച്ചു ചോദിക്കുക. ആ ഒരു സംഗതി ഇവിടെ പറയുകയാണ്. അങ്ങോട്ട് നോക്കുന്നത് ഇങ്ങോട്ട് നോക്കുന്നത് കണക്കാ. ഒരാളെ വീണ്ടും വീണ്ടും യഗ്ളുദുന മിൻ അബ്സ്വാരിഹിന്ന, 2 പേർക്കുമുണ്ട്. ചില ആളുകൾ, ചില സമൂഹത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ എന്ത് ഇങ്ങോട്ട് എന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. യഗ്ളുദുന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജ, 2 പേരോടും ഒരേപോലെ പറഞ്ഞു. അവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിച്ച് നിർത്തണം, കാത്തു സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞ പുരുഷൻ മുട്ടുപൊക്കിൾ എന്നുള്ളതാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അഴുറത്ത് എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയാണ്. മുഖവും മുൻകൈകളും ഒഴികെ ബാക്കിയെല്ലാം അഴുറത്താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുണ്ട്, അസ്മ റളിയല്ലാഹു അൻഹ. അസ്മ ഒരു ഇറുകിയ വസ്ത്രം, വളരെ നേരിയ ഒരു വസ്ത്രം ധരിച്ചിട്ട് റസൂലിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു. ഭാര്യൻ്റെ ജ്യേഷ്ഠത്തിയാണല്ലോ, സഹോദരിയാണ്, വരികയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് റസൂല്, എന്താ അസ്മ, ഈ പെൺകുട്ടികളൊക്കെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഇതുമല്ലാതെ വെളിവാക്കരുത്. എന്നിട്ട് കൈയിലേക്ക് ചൂണ്ടാണ്. ഇതും എന്ന് പറഞ്ഞാൽ മുൻകൈയാണ്, ഇതും രണ്ടാമത് ചൂണ്ടിയത് മുഖമാണ്. മുഖവും മുൻകൈയും അല്ലാതെ മറ്റൊന്നും വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അവരുടെ സീനത്ത് നോക്കുകയാണേ, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ സീനത്ത്, അലങ്കാരം അവർ പ്രകടിപ്പിക്കരുത്, ഇല്ലാ മാ ളഹറ മിൻഹ, അതിൽ നിന്നും വെളിവായതല്ലാതെ. എന്താ ഈ വെളിവായത അല്ലാതെ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞത്? വെളിവായത് ഏതാ? സ്വയം പ്രത്യക്ഷപ്പെട്ടതല്ലാതെ എന്നാണ് പറയുന്നത്. അവിടെയാണ് പണ്ഡിതന്മാർ വളരെ പ്രബലമായ 2 അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഒന്ന്, ഇല്ലാ മാ ളഹറ മിൻഹ എന്ന് പറഞ്ഞാൽ അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് മുഖം, മുൻകൈകൾ, ഇതാണ് ലഹറ മിൻഹ എന്ന് പറഞ്ഞാൽ. അത് അവർ സ്വാഭാവികമായിട്ടും പലതരത്തിൽപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ, അവർ നടക്കുമ്പോൾ ഒക്കെ ഈ മുഖവും മുൻകൈകളും മറക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് അതാണ് ഇത് ഒഴിച്ചു നിർത്തിയത് എന്ന് പറയുന്നുണ്ട്. പ്രബലമായ അഭിപ്രായം അതാണ്. ഇല്ലാ മാ ളഹറ മിൻഹ എന്ന് പറഞ്ഞാൽ അവരുടെ സീനത്തിൽ നിന്ന് പ്രകടമായത് അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രബലമായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന അഭിപ്രായം അവരുടെ മുഖവും മുൻകൈകളുമല്ലാത്ത സീനത്ത്, അതാണ്. ഇതല്ലാതെ പിന്നെ പ്രദർശിപ്പിക്കരുതെന്നാണ് പറയുന്നത്. അതേസമയത്ത് മറ്റൊരഭിപ്രായം, ഇത് അങ്ങനെയല്ല, ഇവർ ശരിക്കും മുഖംമൂടിയൊക്കെ ഉണ്ടാവണം, പക്ഷേ മുഖംമൂടി ധരിച്ചിട്ടും
കാറ്റിൽ ചിലപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് അതങ്ങോട്ട് പാറിപ്പോയാൽ അതാണ് ഇല്ലാമ ലഹറ മിൻഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഈ തീർച്ചയായിട്ടും അവർ മുഖങ്ങൾ മറച്ചിരിക്കണം എന്നാണ്. അതുകൊണ്ട് കൈകളില്ല, നേരത്തെ പറഞ്ഞ ആളുകളുടെ ഇല്ലാമ ലഹറ മിൻഹ അതിൽ നിന്നും പ്രകടമായതൊഴികെ എന്ന് പറയുന്നവർ വിരലുകളിൽ അണിയുന്ന മോതിരവും വളകളും അതുപോലെ തന്നെ മുഖത്ത് ഇടുന്ന പൗഡറുമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല എന്നാ. പക്ഷേ രണ്ടാമത്തെ വിഭാഗത്തിലെ പണ്ഡിതൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും മുഖം മൂടുക. പിന്നെ എന്താ ലഹറ മിൻഹ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റിൽ അത് മുഖം മൂടി അങ്ങോട്ട് മാറിപ്പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി എടുക്കുന്ന സമയത്ത് കുറച്ച് കൈയൊന്നും ഇങ്ങോട്ട് നീങ്ങിപ്പോവുക. ഇതൊക്കെ അല്ലാതെ വേറൊന്നും അനുവദിക്കാൻ പാടില്ല എന്നാണ് ആ അഭിപ്രായം. രണ്ടിനും ധാരാളം ആളുകളുണ്ട്. പക്ഷേ പ്രമുഖ ഹദീസ് നിരൂപകനായ നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹം പറയുന്നത് മുഖം മൂടണം എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പറയുന്നത്. ഏതായാലും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടെ അവരുടെ സൗന്ദര്യത്തെ അവർ കാത്തുകൊള്ളണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുകയാണ്. വല യുബ്ദീന, അവർ പ്രദർശിപ്പിക്കരുത്, സീനത്തഹുന്ന, അവരുടെ സീനത്ത്, അവരുടെ സൗന്ദര്യം, അവരുടെ അഴക്, ഇല്ലാമ ലഹറ മിൻഹ, അതിൽ നിന്നും പ്രകടമായത് ഒഴികെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞു, ഒന്ന് മുഖവും മുൻകൈകളും എന്നതാവാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതും കൂടി ഉൾപ്പെടും. പക്ഷേ അത് അത് ധരിച്ചിട്ടും ചിലപ്പോൾ പ്രകടമായി പോകുന്നതല്ലാതെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എന്നിട്ട് പറയും നോക്ക്, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അടുത്ത നിർദ്ദേശം സ്ത്രീകളോട്, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. 2-3 വാക്കുകളതിലുള്ളൂ. ലറബ എന്നുള്ള വാക്കിൽ യദ്രിബു എന്ന് വരുന്നത്. ലറബക്ക് കുറേ അർത്ഥങ്ങളുണ്ട്. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ള അർത്ഥം നമുക്കറിയാം. ലറബ മസല എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥമുണ്ട്. ഇവിടെ വൽയദ്രിബിന ബി ഹുമുരിഹിന്ന, ഹിമാർ എന്നുള്ള വാക്കിൻ്റെ ജംആണ് ഹുമുർ എന്ന് പറയുന്നത്. ഹിമാർ എന്ന് പറഞ്ഞാൽ മറക്കുന്നത്, അവരുടെ ശിരോവസ്ത്രമാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ തല മൂടുന്നത്. ശരിക്കും നമ്മൾ ഹമ്ർ എന്ന് പറയാറുണ്ട് കള്ളിന്. എന്താ ഹമ്ർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബുദ്ധിയെ മൂടുന്നതാ. ഒരു മനുഷ്യൻ്റെ അവൻ്റെ ബുദ്ധിയെ മറച്ചു പിടിക്കുന്ന ഒരു സാധനമാണ് കള്ള്. പിന്നെ സാധാരണ ബുദ്ധി അവനക്ക് ഉണ്ടാവില്ല കള്ളു കുടിച്ചാൽ, ലഹരി അടിച്ചാൽ. അതുകൊണ്ട് ഹമ്ർ എന്നതിന് പറയും. ഹിമാർ എന്ന് പറഞ്ഞാൽ ഇത് മൂടുന്നതാ, തല മൂടുന്നത്, ശിരോവസ്ത്രം, അതാണ് ഹിമാർ. ബി ഹുമുരിഹിന്ന, അവരുടെ ശിരോവസ്ത്രം കൊണ്ട് അവർ, യദ്രിബിന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് താഴ്ത്തിയിടട്ടെ. വൽയദ്രിബിന ബി ഹുമുരിഹിന്ന, എവിടേക്ക് താഴ്ത്തിയിടട്ടെ? അല ജുയൂബിഹിന്ന. ജയ്ബ് എന്നുള്ള വാക്കിൻ്റെ ജംആണ് ജുയൂബ്. ജയ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കറ്റിന് പറയാറുണ്ട് അല്ലേ? പോക്കറ്റ്, അല്ലെങ്കിൽ മാറിടം, അതല്ലെങ്കിൽ കക്ഷം. ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹു കൊടുക്കുന്ന ഒരു ആയത്ത്, നിൻ്റെ കൈകൾ നീ കക്ഷത്തിൽ വെക്കുക, ഇല്ല ജയ്ബിഹ എന്ന് പറയുന്നുണ്ട്. ജയ്ബ്. അപ്പോൾ കക്ഷത്തിന് പറയും, മാറിടത്തിന് പറയും, പോക്കറ്റിനൊക്കെ പറയും. ഇവിടെ സ്ത്രീകളോടാണ് പറയുന്നത്, വൽയദ്രിബിന ബി ഹുമുരിഹിന്ന, അവരുടെ ശിരോവസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ, അല ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലേക്ക്. ഇതാണ് അടുത്ത നിർദ്ദേശം. കണ്ണ് സൂക്ഷിക്കണം, നിയന്ത്രിക്കണം, ഗുഹ്യാവയവങ്ങളെ കാത്തുകൊള്ളണം, സൗന്ദര്യം അതിൽ നിന്ന് പ്രകടമായത്, സ്വാഭാവികമായും പ്രകടമായതല്ലാത്തത് പ്രദർശിപ്പിക്കരുത്. പിന്നെ ആർക്ക് പ്രദർശിപ്പിക്കുകയൊക്കെ വേറെ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ് പ്രദർശിപ്പിക്കുകയേ ചെയ്യരുത്. വല യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ. പിന്നെ പറഞ്ഞത് യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ഹിമാർ, അവരുടെ ശിരോവസ്ത്രം അവർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. സ്ത്രീകളുടെ ഒരു രീതി അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്നതിൽ വലിയ താല്പര്യമുള്ള ആളുകളാണ് സ്ത്രീകൾ. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ആഭരണങ്ങൾ നന്നായിട്ട് തയ്യാറാക്കുക വരും. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആൾ ഇപ്പോഴാണ് ആഭരണത്തിന് കുറച്ച് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. ഇപ്പോൾ വേറെ ചില കോസ്മെറ്റിക്സാണ് താല്പര്യം, അത് നമുക്ക് വരാം. ആഭരണങ്ങൾ ധാരാളമായിട്ട്, കാതുകളിൽ നിറയെ ആഭരണങ്ങളിടും സ്ത്രീകൾ. അതുപോലെ അവരുടെ കഴുത്തിലുണ്ടാവും, അവരുടെ മാറിടത്തിലൊക്കെ ഉണ്ടാവും അല്ലേ? കഴുത്ത് കെട്ടുന്നതും, തൂങ്ങി നിൽക്കുന്നതും, മാല ആക്കിയിടുന്നതും, അതുപോലെ തന്നെ കാതുകളിലിടുന്നതും, മൂക്കുമ്മലിടുന്നതും, കൈകളിലിടുന്നതും ഒക്കെ ഉണ്ട്. കാലുമ്മൽ, അരയിലൊക്കെ ഉണ്ടാവും ആഭരണങ്ങളാണ്. എന്തിനാ? ആഭരണങ്ങൾ അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്,
അതിൽ ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആഭരണം ഉണ്ടാക്കുന്നത്. വെറുതെ അങ്ങനെ ആഭരണം ധരിച്ചിരിക്കുമോ? പക്ഷേ ആദ്യകാലത്ത് പലരും നമ്മുടെ നാട്ടിൽ പോലും ഈ ആഭരണങ്ങൾ ധരിച്ചല്ലോ, വലിയ പൈസ കൊടുത്ത് വാങ്ങിയത്, അത് കാണണ്ടേ. അപ്പോൾ ശിരോവസ്ത്രം ഇടുന്ന സമയത്ത് കാത് പുറത്താകും, അത് കഴുത്ത് പുറത്തായിരിക്കും, മാറ് പുറത്തായിരിക്കും, ഒക്കെ ആയിരിക്കും. ഇതിങ്ങനെ ഇട്ടിട്ട് ശിരോവസ്ത്രം ബാക്കിലേക്കാണ് ഇടുക ചെയ്യുക. പടച്ചറബ് പറയണേ, ഞാൻ പറയല്ല. ഫൽയദ്രിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം അവർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. അപ്പോൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടാണ് അതിലെല്ലാം മറഞ്ഞു, കഴുത്ത് മറഞ്ഞു, മാറിടം മറഞ്ഞു. മാറിടത്തിൻ്റെ നിമ്നോന്നതികളൊന്നും പിന്നെ അറിയാൻ കഴിയില്ല, സൗന്ദര്യം അറിയാൻ കഴിയില്ല. അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയാം. ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾപ്പിച്ചിരിക്കുകയാണ്. ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടിട്ട് സ്വഹാബികൾ അത് കേട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് സ്ത്രീകളോടൊക്കെ പറഞ്ഞു, ഇതാ ഇങ്ങനെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, പടച്ചറബിൻ്റെ നിർദ്ദേശമുണ്ട്, ആയത്തോതി കേൾപ്പിച്ചു. ഉടനെ എന്താ ചെയ്തതറിയോ പെണ്ണുങ്ങൾ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടെ ഒരൊറ്റ സ്ത്രീ മടങ്ങിയിരുന്നില്ല. അവരെന്ത് ചെയ്തു എന്നറിയോ? ഉടനെ തന്നെ അവരുടെ നേരത്തെയുള്ള ശിരോവസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അരയുടുപ്പുകളും ഒക്കെ എടുത്തിട്ട് അതിന് നീളം കൂട്ടുക, മക്കനെ ആക്കിയിട്ടിട്ടു. പിറ്റേ ദിവസം പുലർച്ചെ സുബൈക്ക് മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കാനെത്തിയ ആളുകൾ എല്ലാവരും മക്കന ധരിച്ചിട്ടാണ് വന്നത്. തുടങ്ങുകയാണ്. അതിൻ്റെ മുമ്പിലില്ല സംഭവം. നിർദ്ദേശം കിട്ടിയപ്പോൾ എത്ര താല്പര്യത്തോടു കൂടിയാണ് അത് നിറവേറ്റിയെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പുതിയ ഗവേഷണങ്ങൾ നടത്തുക. മക്കനപ്പം ഇങ്ങനെ ഇട്ടാൽ പോരെ, ഇങ്ങോട്ട് ചുറ്റിയാൽ പോരെ, ഇതിലെങ്ങോട്ട് കയറ്റിയാൽ പോരെ, കുറച്ചിങ്ങോട്ട് കയറിയാൽ ഇപ്പം എന്താ കുഴപ്പം, ഇങ്ങനെ രണ്ട് ചുറ്റാക്കി ഇട്ടാൽ പോരെ, പലതുവാ. നമ്മളുടെ ഗവേഷണം അതിലാ. പടച്ചറബ് പറഞ്ഞിങ്ങനെയാണ്, ഫൽയദ്രിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം അവർ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇനി അതിൻ്റെ ഗവേഷണങ്ങൾ നടത്തിക്കോളൂ. അതിൻ്റെ വിശദീകരണത്തിൽ വ്യത്യസ്ത മുഫസ്സിലുകൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇത് പറയുന്നത്? വല യുബ്ദീന സീനത്തഹുന്ന എന്ന് ആദ്യം പറഞ്ഞു. അവരുടെ സൗന്ദര്യം അവർ വെളിപ്പെടുത്തരുത്. ആ സൗന്ദര്യം വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില ഭാഗങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആളുകൾ എങ്ങനെയൊക്കെയാണോ തങ്ങളുടെ മാറിടത്തെ പ്രദർശിപ്പിക്കുക എന്നുള്ളതിനെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവരുടെ വസ്ത്രങ്ങളൊക്കെ പരമാവധി താഴോട്ടാക്കിയിട്ട് അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണോ ആളുകൾ ആകർഷിക്കാൻ വേണ്ടി രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളോട് അള്ളാഹു പറയാണ്, ഞാൻ പറയല്ല, ഏതോ ഒരു മുസ്ലിയാരുടെ വർത്തമാനമല്ല, നമ്മെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാന റബ്ബ് പറയുക. അതിൻ്റെ മുമ്പ് പറഞ്ഞ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബിമാ ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊക്കെയും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഫൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജൂബിഹിന്ന. ഇനി പറയും നോക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൃഷ്ടികൾ താഴ്ത്തണം, അതുവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണം, അവരുടെ സീനത്ത് അതിൽ നിന്ന് പ്രകടമായതല്ലാതെ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല, അവരുടെ ഹുമുർ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവർ അവരുടെ മാറിടത്തേക്ക് താഴ്ത്തിയിടണം. ഇനി പറഞ്ഞു നോക്ക്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിൻ. ഇനി പറയുന്നത് ഇവരുടെ സൗന്ദര്യം ഇവർ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇല്ല, എക്സെപ്റ്റ്, ഒഴികെ. ആർക്ക് പ്രദർശിപ്പിക്കാം സൗന്ദര്യം? സ്ത്രീകൾ ഒരു കാലത്തും എവിടെയും സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്, അണിഞ്ഞൊരുങ്ങരുത് എന്നൊന്നും പറയുന്നില്ല. അണിഞ്ഞൊരുങ്ങാം നിങ്ങൾക്ക്, എവിടെ? ഇല്ല, ഒഴികെ. ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിനാണ് കുറച്ച് കാറ്റഗറി. അതിലൊന്ന് ഇതാണ്, ഇല്ല ലിബുഉലതിഹിന്ന. ഒന്നാമത്തെ ആൾ, സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് കല്യാണത്തിന് മുമ്പല്ല. ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലാണ്. ഒന്ന്, എന്നും കാണണല്ലേ. ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലാണ്. ഔ ആബാഇഹിന്ന, വാപ്പൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, കുഴപ്പമില്ല. ആബാഇഹിന്ന, ആബാഇഹിന്ന അവരുടെ ബാപ്പമാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വെറും വാപ്പ മാത്രമല്ല, എൻ്റെ വാപ്പ, വല്യാപ്പ ഒക്കെ അതിൽ വരും. എല്ലാ തരത്തിൽപ്പെട്ട വാപ്പാരും പിതൃവ്യന്മാരൊക്കെ അതിൽ വരും എന്നാണ് പറയുന്നത്. ആബാഇഹിന്ന. 3, ഔ ആബാഇ ബുഉലതിഹിന്ന, ഭർത്താവിൻ്റെ പിതാക്കന്മാർ, ഇവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം.
പ്രദർശിപ്പിക്കാറ് എന്തായി പറഞ്ഞതെന്നറിയോ? നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഔറത്ത് പ്രദർശിപ്പിക്കലല്ലത്, മറിച്ച് അവരുടെ പ്രകടമായ ലാ യുബ്ദീന സീനത്തഹുന്ന എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, അത് പ്രദർശിപ്പിക്കാനുള്ള അവസരം പറയും. അന്യപുരുഷന്മാരുടെ മുമ്പിലല്ല, ഇവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കാം. ഏത്? ഈ പ്രകടമായ ഈ സംഗതികൾ ഉൾപ്പെടെയുള്ള സീനത്താ പറയുന്നത്. അല്ലാതെ പിന്നെ മറ്റേ പറഞ്ഞ രൂപത്തിലുള്ള ഔറത്ത് പ്രദർശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ലി ബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിന്ന ഔ അബ്നാഇഹിന്ന, അവരുടെ മക്കളുടെ മുമ്പിൽ പ്രശ്നമില്ല. ഔ അബ്നാഇ ബുഉലതിഹിന്ന, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മക്കളുണ്ടാവും ഇവൾക്കല്ലാത്ത, അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. ഔ ബനി ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കളുടെ മുമ്പിലാവാം. ഔ ബനി അഖവാത്തിഹിന്ന, സഹോദരിമാരുടെ മക്കളുടെ മുമ്പിലാകാം. ഔ നിസാഇഹിന്ന, മറ്റതൊക്കെ പറഞ്ഞൊക്കെ ബന്ധുക്കൾ. ഇനി ഔ നിസാഇഹിന്ന, ഇതല്ലാതെ അവരുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നിരന്തരം ഇടപഴകുന്ന സ്ത്രീകളുണ്ടാവും. വേലക്കാരികളാവാം ചിലപ്പോൾ, അതല്ലെങ്കിൽ അവരുടെ അടുത്ത ആൾക്കാരാവും, അവർക്ക് നല്ല പരിചയമുള്ള ആളുകൾ. നിസാഇഹിന്ന. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന, അടുത്തത് അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവരുടെ ഭൃത്യകളാണ്, അടിമ സ്ത്രീകളായ ആളുകളുണ്ടാവും അവരുടെ കീഴിലുള്ള, അവർക്ക് പ്രദർശിപ്പിക്കാം. അവി താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ, അടുത്തൊരു കാറ്റഗറി താബിഉ എന്നാണ്. താബിഉ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവൻ, ഫോളോ ചെയ്യുന്നവൻ എന്നാണ് ശരിക്കും വാക്കിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന വേലക്കാരികളൊക്കെ ആയിരിക്കാം. താബിഈന എങ്ങനെയുള്ള മിനർ റിജാലാണ്, പുരുഷന്മാരിൽപ്പെട്ട താബികളാണ്. എങ്ങനെയായിരിക്കണം അവർ? ഗൈരി ഉലിൽ ഇർബത്തി, ഗൈരി ഉലിൽ ഇർബ. ഇർബത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ശാരീരികമായ ആഗ്രഹങ്ങളാണ്, കാമനകൾ, ഫിസിക്കൽ ഡിസയർ എന്ന് പറയും. എന്നുവെച്ചാൽ സ്ത്രീകളോടുള്ള ആസക്തി, അതിനൊരു സ്ത്രീകളുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയൊക്കെ, അതിനൊന്നും ഒരു താല്പര്യമില്ല. അതിനാണ് ഗൈരി ഉലിൽ ഇർബ. അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കാത്ത ചില ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഹദീസുകളിലും കാണാൻ പറ്റും. അവരുടെ മുമ്പിലും ഇവർക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നോക്ക്, ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ ഔ, അല്ലെങ്കിൽ അത്തിഫുൽ അല്ലദീന ലം യൽഹറു അല ഔറാത്തിൻ നിസാ. തിഫുൽ, തിഫുൽ എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. തിഫുൽ എന്നുള്ള ഏകവചനാണ്, പക്ഷേ ഇവിടെ തിഫുൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ക്ലാസ്സിനെ മൊത്തം കാണിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അല്ലദീന ലം യൽഹറു അല ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ച്, അവരുടെ ലൈംഗിക കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത ചെറിയ കുട്ടികൾ, അവരുടെ മുമ്പിലും പ്രശ്നമില്ല. എന്ത് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്? വല യുബ്ദീന സീനത്തഹുന്ന, ഇവരുടെ ഈ അലങ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ അലങ്കാരങ്ങൾ പ്രകടമാക്കാം. എവിടെ? ആ സീനത്ത് പ്രകടമാക്കി ഇവരുടെയൊക്കെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ, ഭർത്താവിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ, സഹോദരൻ്റെ മുമ്പിൽ, സഹോദരിയുടെ മക്കളുടെ മുമ്പിൽ, സഹോദരൻ്റെ മക്കളുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ സ്വന്തം മക്കളുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ മക്കളുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എല്ലാത്തും പറഞ്ഞു. അവരുടെ സ്ത്രീകളുടെ മുമ്പിൽ, അതുപോലെ പിന്നെ അവരുടെ അടിമ സ്ത്രീകളുടെ മുമ്പിൽ, അതുപോലെ അവരുടെ യാതൊരു തരത്തിൽപ്പെട്ട സ്ത്രീകളോടുള്ള വികാരവുമില്ലാത്ത തരത്തിൽപ്പെട്ട അങ്ങനെയുള്ള സ്ത്രീകളോടുള്ള പിന്നെ കാമവികാരങ്ങൾ വെച്ച് പുലർത്താൻ സാധ്യതയില്ലാത്ത പുരുഷന്മാരുണ്ടാവും, ചില ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ, അതുപോലെ കുട്ടികൾ, സ്ത്രീകളുടെ ഔറത്തിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാത്ത കുട്ടികൾ, ഇവരുടെയൊക്കെ മുമ്പാകെ പ്രദർശിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് വരിക. വല യദ്രിബിന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. നമുക്ക് അള്ളാഹു പറയുന്ന ഓരോ കാര്യങ്ങളെ അന്നും ഇന്നും ഒക്കെ എത്ര ബന്ധമുണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി. വല യദ്രിബിന ബി അർജുലിഹിന്ന, നേരത്തെ യദ്രിബിന ഫൽ യദ്രിബിന ബി ഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് പറഞ്ഞു. അവരുടെ ശിരോവസ്ത്രം അവർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇവിടെ പറയുന്നത് നോക്ക്, വല യദ്രിബിന ബി അർജുലിഹിന്ന. അർജുൽ, റിജിൽ, അർജുൽ എന്ന് പറഞ്ഞാൽ അവരുടെ കാലുകളാണ്. അവരുടെ കാലുകൾ കൊണ്ട് അവർ അടിക്കരുത്. യദ്രിബിന, നേരത്തെ പറഞ്ഞില്ലേ, ലറബ യദ്രിബു, യദ്രിബിന ബി അർജുലിഹിന്ന, അവരുടെ കാലുകൾ അവർ നിലത്തടിക്കരുത്. ലിയുഅലമ, അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്ത്? മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, മാ യുഖ്ഫീന അവർ ഗോപ്യമാക്കി വച്ചിരിക്കുന്ന, മിൻ സീനതിഹിന്ന അവരുടെ സീനത്ത്, മറച്ചു പിടിക്കുന്ന അവരുടെ സീനത്ത്, അത് ആളുകൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അറിയിക്കാൻ വേണ്ടിയിട്ട് കാലിട്ടടിക്കരുത്. എന്താ അപ്പം അത്?
നടക്കുമ്പോൾ അറിയാം. ചില ആളുകൾ, ചില ആളുകളൊക്കെ മുമ്പ് ഭയങ്കര കിലുക്കുള്ള പാദസരം ഇടും. എങ്ങനെ വരുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ വളകളായിരിക്കും, കുപ്പി വളകൾ, പലതരത്തിൽപ്പെട്ട അറിയിക്കാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിൽ, ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിൽ. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്, അങ്ങനെ ചെയ്യരുത്. വല യളുരിബിന ബി ഹുമുരിഹിന്ന വല യളുരിബിന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. അവരുടെ മറഞ്ഞു കിടക്കുന്ന സൗന്ദര്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി കാലിട്ടടിക്കരുത്. ഇപ്പോൾ പാദസരമൊന്നുമല്ല, ഹൈ ഹീൽ ഷൂസിന് ടാക്ക് ടാക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാൻ പറ്റും. അതിനെ സംബന്ധിച്ച് പറയാണ്, വലാ യളുരിബിന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. അങ്ങനെ ചെയ്യരുത്. വതൂബു ഇലല്ലാഹി ജമീഅ. അല്ലാഹ് പറയാ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. തൂബു, തൗബ ചെയ്തോളൂ. വതൂബു ഇലല്ലാഹി ജമീഅ. അള്ളാഹുവിലേക്ക് നിങ്ങളെല്ലാവരും തൗബ ചെയ്ത് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കും എന്നാണ് പറയുന്നത്. 2 ആയത്തേ ഉള്ളൂ, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് തകരുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അത് അന്ന് അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെ. അതുകൊണ്ട് കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കാലത്തിൽ വേറെ ഒരു വേർഷനാണ് അതിലുണ്ടാവുക. അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞാൽ, കണ്ണുകളെ നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ നോക്കുന്നത് മാത്രമല്ല. ചില ആളുകൾ ഇങ്ങനെ വല്ലാതെ നോക്കിക്കളും പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് മാത്രമേ കണ്ണിങ്ങനെ പോവുക. അതൊക്കെ ഗുരുതരമായ പാതകമാണ്. വേറെ ചില സംഗതികളേക്ക് കൊണ്ടുപോകുക. അത് അവിടെ മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിൽ. ഒരിക്കലും ഞാൻ അതിൻ്റെ ഒറ്റ ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അവിടെ സദസ്സിൽ പറയാണ്, ഇയ്യാക്കും വൽ ജുലൂസ അല തുറുഖാത്ത്. നിങ്ങൾ ഈ വഴിവക്കിലിരിക്കുന്നത് ശ്രദ്ധിക്കണം, കരുതണം. ഇയ്യാക്കും വൽ ജുലൂസ അല തുറുഖാത്ത്. ആളുകൾ പോകുന്ന പെരുവഴിയിലും, നമ്മളുണ്ടല്ലോ ഓവാലത്തുമേലിരിക്കുക, മഞ്ചപ്പട്ടിമേലിരിക്കുക, അപ്പോൾ ഒന്നും അങ്ങനെ ഒന്നും ഇരിക്കില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലാണ്. അതിനെപ്പറ്റി പറയാണ്, ഇയ്യാക്കും വൽ ജുലൂസ അല തുറുഖാത്ത്, വഴിവക്കിലിരിക്കുന്നത് കരുതണം. ആണുങ്ങളോട് പറയണേ. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഉടനെ പ്രതികരിച്ചു, മാലന ബുദ്ദുൻ ഇന്നമാഹിയ മജാലിസുന നതഹദ്ദസു ഫീഹ. റസൂൽ, അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഒരു മജ്ലിസ് അല്ലേ അത്? ഏതാ അവരുടെ മജ്ലിസ്? വഴിവെക്കാണ്, വഴിയോരങ്ങളാണ്. ബസ് സ്റ്റോപ്പ് ഉണ്ടാവും ചില ആളുകൾക്ക്, ചില ആൾക്കാർ ഇതൊക്കെ ആയിരിക്കും. എന്താ പരിപാടി എന്ന് വെച്ചാൽ, അവിടെ അന്നത്തെ ഈ സ്വഹാബികളുടെ കാര്യമല്ല, സഹാബികളോട് റസൂൽ പറയാണ്, നിങ്ങൾ കരുതണം, ആജാതി ഇരിക്കണ്ട. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കും, സംസാരിക്കാനൊരു വേണ്ടേ ഒരു സ്ഥലം, അങ്ങനെ ഇരിക്കുകയാണ് റസൂൽ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞു നോക്ക്, ഫഇദാ അബൈതും ഇല്ലൽ മജാലിസ്. അങ്ങനെ നിങ്ങൾ മജ്ലിസായിട്ട് അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഫഅഅതു അത്വരീഖ ഹഖ്ഖഹാ. വഴിക്ക് ചില ഹക്കുകളുണ്ട്, അത് കൊടുക്കണം. ഫഅഅതു അത്വരീഖ ഹഖ്ഖഹാ. വഴിക്ക് വെച്ചാൽ നിങ്ങളിരിക്കുന്ന ആ പെരുവഴി ഉണ്ടല്ലോ, അതിന് കുറച്ച് ഹക്കുകളുണ്ട്, കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ഖാലു വമാ ഹഖ്ഖു ത്വരീഖ്. അല്ല റസൂൽ, എന്താ ഈ വഴിയുടെ ഹക്ക് എന്താണ്? റസൂൽ വിശദീകരിച്ചു കൊടുത്തു, ഖാല ഗള്ളുൽ ബസർ വകഫുൽ അദാ വറദ്ദു സലാം വഅംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. 5 കാര്യങ്ങൾ പറഞ്ഞു. വഴിവക്കിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന്, ഗള്ളുൽ ബസറ, പോണോലൊക്കെ നോക്കിക്കൊണ്ട് കേട്ട. ചില ആളുകളുടെ പണി അതാ. ഗള്ളുൽ ബസർ, കണ്ണ് നിയന്ത്രിക്കണം. 2, കഫുൽ അദ, എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ അവിടെ കണ്ടാൽ തടയണം, എടുത്തൊഴിവാക്കി കൊടുക്കണം. കഫുൽ അദ, ഇമാത്തത്തുൽ അദ അനി ത്വരീഖ് എന്ന് വേറെ സ്ഥലത്ത് കാണാം. അതുപോലെ റദ്ദുസലാം, സ്വാഭാവികം അവിടെ ഇരിക്കുമ്പോൾ പോണോലൊക്കെ ഇങ്ങനെ സലാം പറയുന്നുണ്ടാവും, മടക്കേണ്ടി വരും, റദ്ദുസലാം. പിന്നെ വ അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, വെറുതെ കുത്തിരിക്കല്ല, നിങ്ങൾ ആൾക്കാരൊക്കെ നന്മ പറയാം. വനഹ്യുൻ അനിൽ മുൻകർ, വൃത്തികേടുകൾ അല്ലെങ്കിൽ നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ നിരോധിക്കണം. ഇന്നാലോചിച്ച് നോക്കൂ, സോഷ്യൽ മീഡിയയാണ് ഇപ്പോഴത്തെ വഴിവെക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളുടെ മഞ്ചപ്പെട്ടി, ഉപ്പും പിന്നെ പെട്ടി എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, പഴയ കാലത്തുള്ള എന്താണ് എലന്ത എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. ആൾക്കാർ ഇരുന്നിങ്ങനെ, ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ആരെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടാവും, ആൾക്കാർ പോകുന്നുണ്ടാവും, ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കുന്നു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. 5 കാര്യം റസൂൽ അന്ന് പറഞ്ഞു വെച്ചു. ഗള്ളുൽ ബസർ,
സോഷ്യൽ മീഡിയയിൽ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ റീലൊക്കെ കാണുമ്പോൾ കണ്ടച്ചാൽ മതി. ഗള്ളുൽ ബസർ, എല്ലാം അങ്ങനെ നോക്കാൻ നിൽക്കരുത്. ചില ആളുകളുടെ പണി ഇതിൽ എന്താണെന്നറിയോ, ഈ വലായുബദിന സീനത്തഹുന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് പറഞ്ഞാൽ വെറും പൗഡർ ഇട്ട് നടക്കുന്നതിനെ പറ്റി മാത്രമല്ല പറയുന്നത്. ഇവരുടെ സകലമാന ഒക്കേഷനിലും ഫോട്ടോസ് എടുക്കും, അത് പോസ്റ്റ് ചെയ്യലാ പണി, അത് സ്റ്റാറ്റസ് ഇടലാ പണി. അതിങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാവശ്യമുണ്ട്? ആർക്കായി പറഞ്ഞു കൊടുക്കുന്നത്? അത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. പാപ്പനോട് പറയാം, അമ്മനോട് പറയാം എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ലാത്ത നാട്ടുകാർക്കൊന്നായിട്ട് നിങ്ങളത് കാണിച്ചു കൊടുക്കേണ്ടിയില്ല. വല യുബുദീന സീനത്തഹുന്ന എന്ന് പറഞ്ഞതാണ്. അത് അവിടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ബാധകമാണ്. ആളുകൾ ഫോട്ടോസ് ഇടുക, എന്തൊക്കെയാ ഫോട്ടോസ്. ആൾ കാണേണ്ടവരെ മാത്രം കാണിച്ചാൽ മതി. എന്തിനാ ഇതെല്ലാവരും കൂടി കാണിക്കുന്നത്? വല യുബുദീന സീനത്തഹുന്ന എന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ് ഈ 5 കാര്യങ്ങളിലൊന്ന് കാഴ്ച നിയന്ത്രിക്കുക, ഉപദ്രവങ്ങൾ തടയണം, വൃത്തികേടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള കമൻറ്റുകളും മറ്റതൊക്കെ വരും. സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ബാധ്യത ഉണ്ട്. സോഷ്യൽ മീഡിയ ഇങ്ങനെ കയറി കളിക്കുന്ന ആളാണെങ്കിൽ ആവശ്യമുള്ളത് കണ്ടാൽ മതി. അതുപോലെ തന്നെ റദ്ദുസലാം, ആരെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സലാം പറഞ്ഞാൽ മടക്കണം. അംറു ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, നന്മ പ്രചരിപ്പിക്കാനാണ് നിങ്ങളുടെ അക്കൗണ്ട്. വനഹ്യുൻ അനിൽ മുൻകർ, വൃത്തികേടുകൾ ഉണ്ടാ തടയണം, അത് വൃത്തികേടാണെന്ന് പറയണം. ഈ പരിപാടിക്കല്ലാതെ നിങ്ങളിത് ഉപയോഗിക്കരുത് എന്ന് റസൂല് വഴിവക്കിലിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു. അന്ന് വഴിവക്കാണ്, ഇന്ന് വേറെ കോലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് കുറേയധികം നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്, പ്രത്യേകിച്ചും പുതിയ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം, വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു പറഞ്ഞു കേട്ടോ. വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് പുരുഷനോട് പറയുന്നുണ്ട്, സ്ത്രീയോടും പറയുന്നുണ്ട്. പുരുഷനോട് പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞത് കാര്യം, അത് അത്രയേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല അതിൽ. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആരാന്ന് വെച്ചാൽ ആണുങ്ങളല്ല, അതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ്. ആണുങ്ങളിപ്പോൾ മേക്കപ്പിൻ്റെ കാര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയിൽ വളരെ കൂടുതലായിട്ട് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊന്നും സ്കൂളിലെ കുട്ടികളൊന്നും ആലോചിക്കാൻ കഴിയില്ല, ഒരു മുഖത്ത് ലിപ്സ്റ്റിക് ഇടുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് കയ്യിൽ കൊണ്ടു നടക്കുക, ഓരോ നിമിഷവും ഇത് തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കുക. ആരുടെ മുമ്പിലായി കുട്ടികൾ പ്രദർശിപ്പിക്കുന്നത്? പ്രദർശന വസ്തുവാക്കി കൊണ്ടു നടക്കുക. നമുക്കറിയില്ലേ, കേരളത്തിലെ ഒരു സിനിമ നിർമ്മാതാവായൊരു സ്ത്രീ, ആ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അവരുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലേക്ക് അവർ പോയത് പർദ്ദ ഇട്ടിട്ടാ. മുസ്ലിം ഒന്നുമല്ല, പർദ്ദ പോയി. ഒരു 5-6 മാസം മുമ്പ് കേരളത്തിൽ നടന്ന സംഭവമാണ്. ആ പർദ്ദ ഇട്ടിട്ട് ഇവർ സിനിമാ നിർമ്മാതാവായി ഈ പെണ്ണ് ചെന്നതിനെ പറ്റിയിട്ട് ആളുകൾ ചോദിക്കാത്ത അറിയോ? അവർ പറഞ്ഞെന്താ അറിയോ? പുരുഷന്മാരുടെ തുറിച്ചു നോട്ടം കാണാൻ കഴിയില്ല, അതിന് പ്രതിഷേധ സൂചകമായിട്ട് ഞാൻ ധരിച്ചതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാർത്ത. പ്രതിഷേധ സൂചകമായിട്ട് പർദ്ദയിട്ട് പോവുക. അപ്പോൾ ഈ വസ്ത്രത്തിന് വലിയൊരു കാര്യമുണ്ട്. ആർക്ക് എന്താ കാര്യമുള്ളത്? സ്ത്രീകളുടെ സുരക്ഷയാണ്. പക്ഷേ ആളുകൾ പറഞ്ഞു വരുത്തി ഇത് ഭയങ്കരമായ അപമാനമാണ്, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞു വരുത്തിയത് കൊണ്ട് അഴിച്ചെറിയുക, ഒഴിവാക്കുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന ശ്രദ്ധ ഇപ്പോൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വലിച്ചിട്ടാൽ മതി എന്നുള്ളതാണ്. അതിൽ മക്കനൊന്നും വേണ്ട, ഹിമാറൊന്നും വേണ്ട, അതിങ്ങനെ വലിച്ചിടുക, പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെയാണ് ആ രൂപത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു പിടിക്കണം. ഇത് അള്ളാഹു പറയാം. പുതിയ കാലത്തൊരു വാദം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ വസ്ത്രം. ആളുകൾ പറയാം മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം അതിൻ്റെ ആഗ്രഹം, അതങ്ങനെ തന്നെ നടക്കും. അത് ലിബറലിസത്തിൻ്റെ വാദങ്ങളത്. അതുകൊണ്ട് ഞാൻ എന്ത് ധരിക്കണം ഞാനാ തീരുമാനിക്കുക, നിങ്ങളാരും പറയേണ്ടെന്നാണ് പറയുക. അങ്ങനെയല്ല, ഞാനെന്ത് കാണണം ഞാൻ തീരുമാനിക്കും, നിങ്ങളാരും പറയേണ്ടെന്ന് മുസ്ലിമിന് പറയാൻ പറ്റില്ല. ഒരു മുഅ്മിനോട് എന്ത് കാണണമെന്ന് പറയാനുള്ള അധികാരം അയാൾക്കല്ല. എൻ്റെ കണ്ണിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല, എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബ് ആണ് എന്നോട് എങ്ങനെ ധരിക്കണം വസ്ത്രം, എന്ത് കാണണം, എന്ത് പറയണം, എന്ത് കേൾക്കണം എന്നൊക്കെ പറയുന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വകവെച്ച് കൊടുക്കണം. അത് വകവെക്കുന്നില്ലെങ്കിൽ മുസ്ലിം ആവില്ല. നന്നായി ശ്രദ്ധിച്ചോ. അതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ കൽപ്പനകളിലേക്ക് തിരിച്ചു വരണം എന്നാ. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാതിരിക്കാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടോ, ഈ നിർദ്ദേശമൊക്കെ എന്തിനാ? ഇതുകൊണ്ടല്ലേ സംഭവിക്കുന്ന. ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ആദ്യം ഒരു കാഴ്ച ജസ്റ്റ് കണ്ട, ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാ, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നോക്കണം, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നത്. നമ്പർ വാങ്ങി, പിന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു, വീണ്ടും വിളിച്ചു. അങ്ങനെ ഉള്ള ഭാര്യയും മക്കളെയൊക്കെ ഇട്ട് പോയ എത്ര ആൾക്കാരാ? ഉള്ള ഭർത്താവിനെയും മക്കളെയൊക്കെ കൊന്നു കളഞ്ഞിട്ടൊക്കെ പോയ ആൾക്കാരില്ലേ? എവിടെ? അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുക,
കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ കേൾപ്പിക്കുകയാണ്, കരുതിക്കോ. ആലോചിച്ച് നോക്കുകയാണ്, ഈ പറഞ്ഞ നമ്മുടെ നന്മക്കാണോ അല്ല സമൂഹത്തെ രക്ഷിക്കാനാണോ? നമ്മുടെ വികാരങ്ങളുമായി ഏറ്റുമുട്ടുന്ന, നമ്മുടെ നൈമിഷികമായ താല്പര്യങ്ങളുമായി ഏറ്റുമുട്ടുന്ന നേർക്കുനേരെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരിക്കൊന്നുകൂടി ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നല്ല നിയന്ത്രണം വേണം, പ്രത്യേകിച്ചും പുതിയ കാലത്ത്. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വെറും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ മാത്രം, അതിലേക്ക് എത്തുന്ന കുറേ സ്റ്റേജസ് ഉണ്ട്, കുറേ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണ് താഴ്ത്തണം, നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്, നിങ്ങളങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അങ്ങനെ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ് ആ വർത്താനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ തകരും, എല്ലാം തകർന്നു പോവും, നിങ്ങളുടെ കുടുംബജീവിതം, സ്വൈരജീവിതം നഷ്ടപ്പെടുമെന്ന് കൃത്യമായിട്ട് പറയുക. അതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട ഒട്ടേറെ മര്യാദകൾ ഈ 2 ആയത്തുകളിലായിട്ട് അല്ലാഹു നിർത്തിങ്ങോട്ട് പറഞ്ഞു വച്ചിരിക്കുക. നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് സൂറത്തുൻ നൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞത്. സൂറത്തുൻ നൂർ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയും മറ്റാളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. 30-31 ആയത്തുകളാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുവാനും അത് മറ്റാളുകൾക്ക് പകർന്നു കൊടുക്കുവാനും റഹ്മാൻ റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ അടുത്ത് വന്നുപോയ വീഴ്ചകൾ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അപ്പോൾ സ്ത്രീകൾ സലാം പറഞ്ഞാൽ മടക്കില്ല, ആണുങ്ങളോട് സലാം പറയാൻ പറ്റില്ല, അന്യ പുരുഷന്മാർക്ക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ നോട്ടങ്ങളും അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ കൂടിക്കരലും ഒക്കെയാണ്. ഇപ്പോൾ നമ്മളിവിടെ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട് ഈ സദസ്സിൽ. ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കുന്നൊരു സദസ്സാണ്. അപ്പോൾ ഇത് പ്രവാചകൻ കാണിച്ചെന്നൊരു സദസ്സ് ഇങ്ങനെയാണ്. പ്രവാചകൻ്റെ സദസ്സിൽ പുരുഷന്മാരുണ്ടാവും, സ്ത്രീകളും ബാക്കിലുണ്ടാവാറുണ്ട്. പ്രവാചകൻ്റെ പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ പുരുഷന്മാരുണ്ടാവും, ബാക്കിൽ സ്ത്രീകളുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്രയോ സ്ത്രീകൾ വന്നിട്ട് നേർക്കുനേരെ പലജാതി സംശയങ്ങൾ ചോദിക്കും, നേരെ പറഞ്ഞു കൊടുക്കും. റസൂൽ ചിലപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് ചെന്നിട്ട് പ്രത്യേകമായ ഉപദേശം അവർക്ക് വേറെ കൊടുക്കും, ഒക്കെ ചെയ്യും. നല്ല കാര്യങ്ങൾക്ക് ഇതൊന്നും തടസ്സമല്ല. ഇതിൽ തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞത് അരുത് എന്ന് പറയുന്നത് വൃത്തികേടുകളാണ്. ആ വൃത്തികേടുകളിലേക്ക് നയിക്കുന്ന കാര്യം പാടില്ല. അപ്പോൾ ഒരാൾ പിന്നെ ആ സലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇത് പറയുന്നവനും ഏകദേശം കേൾക്കുന്നവനക്കൊക്കെ തിരിയും ഈ സലാം കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആവശ്യമുള്ളപ്പോൾ ഒരു നമ്മുടെ അറിയുന്നൊരു സഹോദരിയാണ്, ആ സഹോദരിയോട് സലാം പറയും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്, അവിടെ സലാം പറയും. ഇതൊക്കെ സ്വാഭാവികമായ സംഗതിയാണ്, അത് വേറെ ഉദ്ദേശം കൊണ്ടല്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് മടക്കുകയും ചെയ്യാം. അതിലപ്പുറത്തേക്ക് വേറെ കാംക്ഷകൾ ഉണ്ടാവും, വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. സലാം പറയാതിരിക്കുന്നതിന് ഇത് ന്യായമാവുന്നില്ല. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇത്തരത്തിൽപ്പെട്ട സദസ്സുകളിൽ പോലും, ഇത് നല്ല സദസ്സാണ് നമ്മൾ പറയുമ്പോൾ പോലും ചില വൃത്തികെട്ട ഉദ്ദേശം വെച്ച് വരുന്ന ആളുകളുണ്ടെങ്കിൽ പ്രശ്നമാണ്. വൃത്തികെട്ട ഉദ്ദേശം വെച്ചിട്ട് മനസ്സിൽ ഉദ്ദേശം വെച്ച് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ സദസ്സിൽ ഒരാളെ കിട്ടിയാൽ മതി. കാരണം അത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വിശദീകരണമുണ്ട്. റസൂൽ പറയുന്നുണ്ട്, ഈ ചെകുത്താൻ പിന്നെ നിരന്തരമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ പണിയെടുക്കും. റസൂൽ ഒരിക്കൽ സൊഫിയ ബിൻതു ഹുയൈ, റസൂലിൻ്റെ പത്നിയാണ് സൊഫിയ റളിയല്ലാഹു അൻഹ, അവരെയും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നെ പള്ളിയിൽ നിന്ന് പുറത്ത് അവരെ വീട്ടിലേക്കാക്കി ഇഴ്തികാഫിലുള്ള പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇരുട്ടിയപ്പോൾ അവരെ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ. ഇരുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും റസൂലിൻ്റെ കൂടെ ഒരു പെണ്ണിങ്ങനെ പോകുന്നതല്ലേ കാണുള്ളൂ. അപ്പുറത്ത് 2 സഹാബികൾ അൻസാരികളുണ്ട്. റസൂൽ അവരെ കണ്ടപ്പോൾ പിന്നെ പറഞ്ഞു, ഇത് സൊഫിയാണ്, സൊഫിയ ബിൻതു ഹുയൈയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ സുബ്ഹാനല്ലാഹ്, എന്താ റസൂലിനെ പറ്റി ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും വിചാരിക്കാനുണ്ടോ, എന്താ ഇപ്പം ഇങ്ങനെ പറയാമെന്നൊക്കെ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അതെ, ചെകുത്താൻ പിന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ സഞ്ചരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നലുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. ഈ തോന്നൽ എപ്പോഴും ഉണ്ടാവും, നമുക്കൊക്കെ ഉണ്ടാവും, ഏത് സമയത്തും ആർക്കും വരാം. അതിനെ പരമാവധി കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണമെന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത്. പിന്നെ വ്യഭിചാരം എന്ന് പറയുന്നത് അത് എല്ലാ അവയവങ്ങൾ കൊണ്ടും വ്യഭിചാരം നടത്തുന്ന ഒരു ഹദീസിൽ കാണാം. വ്യഭിചാരം ലൈംഗിക അവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചരിക്കുക, കണ്ണുകൊണ്ട് വ്യഭിചരിക്കും. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്താ വെച്ചാൽ നോട്ടമാണ്, ആവർത്തിച്ചുള്ള നോട്ടം.
പിന്നെ നാവ് കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാവ് കൊണ്ട് ശൃംഗാര വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ല വർത്തമാനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ കൊതിച്ച് പറഞ്ഞ ശൃംഗാര വർത്തമാനങ്ങൾ കേൾക്കുക എന്നുള്ളത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. കൈകൊണ്ടുണ്ട് സ്പർശനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരോട് കൈ പിടിച്ചിട്ടാണ് ബൈഅത്ത് ചെയ്യുക. സ്ത്രീകളോട് പറയും, അവർ പറയിപ്പിക്കുക ചെയ്യുക. ആ പറയും റസൂൽ സ്വീകരിച്ചു എന്ന് പറയും, അവർ വിടും. ടച്ചിങ് ഇല്ല, കിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യലൊന്നുമില്ല. നല്ലോണം കരുതേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പരിധിയിലപ്പുറം നമുക്ക് ഇതിനൊന്നുമില്ല. ആ പരിധി പാലിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നല്ല സമൂഹമുണ്ട്. അല്ലെങ്കിൽ രോഗം പകരും. പിന്നെ അങ്ങനെ പകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയും ഉണ്ടാവില്ല. അവിടെ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ കൾച്ചറിനൊക്കെ ബാധിച്ചതുപോലുള്ള ഒരു തരത്തിൽപ്പെട്ട മര്യാദയില്ലാത്ത ലൈംഗികത ആകെ പരക്കും. കുടുംബം ഉണ്ടാവില്ല, ആരുടെ കൂടെയും പോവാം, ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. അങ്ങനത്തെ സമൂഹത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ല, വിശ്വസ്ത ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും എൻ്റെ പെണ്ണുങ്ങളെടുത്തേക്ക് ആരാ വന്നതെന്ന് അറിയില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പലജാതി പ്രശ്നം ഉണ്ടാവും. അതൊക്കെ മാറിയിട്ട് നല്ല കെട്ടുറപ്പുള്ള സുഭദ്രമായ സുരക്ഷിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ പറഞ്ഞു തരുന്നത്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് കുറച്ച് മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മെ നിയന്ത്രിക്കണം. പടച്ചറബിൻ്റെ അടുത്ത് പിന്നെ മഹാശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ധാരാളം വീഴ്ചകൾ, പലതരത്തിൽപ്പെട്ട അബദ്ധങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, എല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. നിൻ്റെ സ്വർഗീയമായ ആരാമങ്ങളിൽ വസിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. പടച്ചറബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹുകളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാ. റഹ്മാൻ റബ്ബേ, കാരുണ്യവാനായ നാഥ, ഈ ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃകാ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. നിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. പരിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി, ഞങ്ങളുടെ കണ്ണിൻ്റെ കുളിർമയാക്കി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ നാഥ. അല്ലാഹു, ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഖുർആൻ എതിരായി സാക്ഷി പറയുന്ന ഹതഭാഗ്യരിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ, അതിക്രമകാരികളായ അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ നാഥ. റബ്ബന ലലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.